ബദരീങ്ങൾക്ക് ബദറിൽ സംബന്ധിച്ച ശുഹദാക്കൾക്ക് വളരെ പ്രാധാന്യങ്ങളും മഹത്വങ്ങളുമുണ്ട്. അവരുടെ അർവാഹുകളെ പറ്റിയിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർ സ്വർഗ്ഗത്തിൽ പച്ച പക്ഷികളിൽ അവിടെ അർവാഹുകൾ പച്ചപ്പക്ഷികളെ പോലെ ഇങ്ങനെ പറന്നു കളിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരോട് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല ആഗ്രഹങ്ങളുമുണ്ടോ എന്ന്. അവർ പറയുന്നു, ഞങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട്. ഈ ബദരീങ്ങളെ പറ്റിയിട്ട്, ബദർ ശുഹദാക്കളെ പറ്റിയിട്ട് ദുനിയാവിൽ നിന്ന് മുശ്രിക്കീങ്ങള്, ദുനിയാവിൽ നിന്ന് മുനാഫിഖീങ്ങളായ ആൾക്കാർ പറയുന്നൊരു വാക്കുണ്ട്. മുഹമ്മദിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ഇവര് ഭാര്യമാരെ വിധവകളാക്കിക്കൊണ്ടും മക്കളെ അനാഥകളാക്കിക്കൊണ്ടും ജീവനൊടുക്കി. എന്ത് കാര്യമാണ് അവർക്ക് കിട്ടിയത്? ഇങ്ങനെ വാക്ക് മുനാഫിഖുകൾ പറഞ്ഞിരുന്നു. അല്ലാഹു തആലയുടെ വാക്കുണ്ട്. അല്ലാഹു തആല ചോദിക്കാൻ ഇവരോട്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്ന് ശുഹദാക്കളുടെ അർവാഹുകളോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒന്നുകൂടി ദുനിയാവിലേക്ക് പോകണം, എന്നിട്ട് ഞങ്ങൾക്കൊരു യുദ്ധത്തിൽ പങ്കെടുക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് ഷഹീദാകണം, എന്നിട്ട് ഞങ്ങൾക്കൊന്നുകൂടി സ്വർഗത്തിലേക്ക് വരണം എന്ന്. നിങ്ങൾക്ക് അവരുടെ ആഗ്രഹം എത്രത്തോളം ഉണ്ട് എന്ന്. എന്നിട്ട് ആ സമയത്ത് അല്ലാഹു തആല പറയാ, ഇല്ല, അങ്ങനെ ഒരു ഏർപ്പാടില്ല. അർവാഹുകൾ ദുനിയാവിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതിരിക്കുന്ന ഏർപ്പാടില്ല. ആത്മാക്കൾ ദുനിയാവിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളൊരു ഏർപ്പാടില്ല. അത് അല്ലാഹു തആലയുടെ ഖണ്ഡിതമായ തീരുമാനമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കുറെ വസ്തുതകളുണ്ട്. ശുഹദാക്കള് അവരെ ബദർ ദിനത്തിൽ നമ്മളിലേക്ക് ഇറങ്ങി വരുമെന്നും അവരെ നമ്മുടെ സഹായത്തിന് വിളിച്ചാൽ അവർ സഹായിക്കുമെന്നും എന്നൊക്കെയുള്ള ചില തെറ്റായ ധാരണകൾ മുസ്ലിം സമൂഹത്തിൽ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണകൾ തന്നെയാണ്. അവര് നമ്മളെ സഹായിക്കാൻ ഉള്ളവരല്ല. അവരുടെ പേരുകൾ ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചാൽ ബർക്കത്ത് ലഭിക്കുമെന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. ദാരിദ്ര്യം ഇല്ലാതെയാകുമെന്നുള്ള തെറ്റായ ധാരണയുണ്ട്. കാരണം പല ബദറിൽ പങ്കെടുത്ത സഹാബികൾ പിൽക്കാലത്ത് വലിയ രോഗങ്ങൾ അനുഭവിച്ച് മരിച്ചുപോയവരുണ്ട്, ദാരിദ്ര്യം അനുഭവിച്ചവരുണ്ട്. അതൊന്നും അവരുടെ പേരുകളോ അവരോ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾക്ക് അവര് നമ്മളെ രക്ഷക്കെത്തുന്നവരല്ല, മറിച്ച് അവരല്ലാഹുവിന്റെ അടുക്കൽ വലിയ മഹത്വമുള്ളവരാണ്. അവർക്ക് അല്ലാഹു തആല അവരുടെ തെറ്റുകളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. അവർ മഹാന്മാരാണ്, മഹത്തുക്കളാണ്. പക്ഷേ അവർ നമ്മളെ സഹായിക്കുന്നവരല്ല. അത് തെറ്റായ വിശ്വാസം ധാരണയാണ്.